എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് മാംഗോ പിക്കിളാണ്. അപ്പോൾ മാങ്ങയുടെ സീസണിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിലെ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനുടൻ നോട്ടിഫിക്കേഷൻസ് വരൂ. അപ്പോൾ എങ്ങനെയാണ് ഈ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി നോക്കാം. അപ്പോൾ ഇതിന് മുൻപ് ഞാൻ മാങ്ങയുടെ ഒരുപാട് റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പച്ച മാങ്ങ കൊണ്ട് നമുക്ക് പലതരം വിഭവങ്ങൾ ഉണ്ടാക്കാം. മാങ്ങ ഉണക്കി വയ്ക്കാം, അടമാങ്ങ എന്ന് പറയും. അല്ലാതെ ഉപ്പിലിട്ട് വയ്ക്കുന്ന മാങ്ങ ഒരുപാട് കാലം കേടുകൂടാതെ ഇരിക്കുന്നത്, അതിൻ്റെയൊക്കെ ലിങ്ക് കൊടുക്കാം. പ്ലേലിസ്റ്റിൽ പിക്കിൾ റെസിപ്പീസിൽ എല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കത് വാച്ച് ചെയ്യാം. ഡിസ്ക്രിപ്ഷനും പ്ലേലിസ്റ്റ് എൻ സ്ക്രീൻ എല്ലാം തന്നെ ചെക്ക് ചെയ്യുക. അതിലൊക്കെ റെസിപ്പീസ് കൊടുക്കാം. അപ്പോൾ അച്ചാറുണ്ടാക്കാനായി ഞാനിവിടെ ഒരു 5 മാങ്ങ എടുത്തിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തു. ഇനി നമുക്കിതിനെ നന്നായിട്ട് തുടച്ചതിന് ശേഷം തൊലി കളഞ്ഞ് എടുക്കാം. അപ്പോൾ തൊലി കളഞ്ഞിട്ട് ഇതുപോലെ അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ചീകി അങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഒരു 1/2 കപ്പ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് അളവ് കപ്പിൻ്റെ 1/2 കപ്പാണ് നല്ലെണ്ണ. നല്ലെണ്ണ ചൂടാകുമ്പോൾ കടുകും ഉലുവയും ചേർത്ത് കൊടുക്കാം. നമുക്ക് വറ്റൽ മുളക് കൂടെ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം അല്പം ഒന്ന് കുറച്ച് കൊടുക്കാം. നമുക്ക് ഈ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ അരിഞ്ഞു വെച്ച മാങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം.
നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം ഇത് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ മാങ്ങ ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചു. അതിനെ ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം നമുക്ക് ഈ പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടി ചേർക്കുമ്പോൾ ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ സ്പൂണിൽ 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഇപ്പോൾ നന്നായിട്ട് കുറച്ച് വയ്ക്കണം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാങ്ങയുമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം. ഇതുപോലത്തെ 3 കഷ്ണം ശർക്കര ഇതിനെ ഒന്ന് ഉരുക്കി അരിച്ച് നമുക്കിതിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ ശർക്കര പാനി ഉരുക്കി അരിച്ച് എടുത്തതാണ്. ഇത് കുറച്ച് സമയം ചെറിയ ഫ്ലെയിമിൽ ഇട്ടിരുന്നു. ഇനി നമുക്കിതിൽ ഈ ശർക്കര പാനി ഒഴിച്ച് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് മിക്സായതിന് ശേഷം നമുക്ക് ഉപ്പ്, മുളക്, അപ്പോൾ ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് എരിവ്, മധുരം, ഉപ്പ് എല്ലാം തന്നെ ചെക്ക് ചെയ്യാം. എന്നിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ഇതിൽ ചേർക്കാനുള്ളത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിൽ ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.